അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 91 സങ്കീർത്തനം 14 വാക്യം നമുക്ക് വായിക്കാം. അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ദ ലോർഡ് സേസ് ഐ വിൽ റെസ്ക്യൂ തോസ് ഹു ലവ് മീ, ഐ വിൽ പ്രൊട്ടക്ട് തോസ് ഹു ട്രസ്റ്റ് ഇൻ മൈ നെയിം എന്നാണ് ഈ വാക്യം ഇംഗ്ലീഷ് NLT വേർഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 91 സങ്കീർത്തനം 14 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ എന്ന വാക്കുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് അവൻ എന്നെ സ്നേഹിക്കുക കൊണ്ട് എന്നാണ് എന്ന് സാരം. അതുപോലെ തന്നെ 91 സങ്കീർത്തനം 14 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അവൻ എന്നെ അറിയുകയാൽ എന്ന വാക്കുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് യഹോവയുടെ അഥവാ യേശുവിൻ്റെ നാമത്തിൽ ആശ്രയിക്കുക എന്ന് സാരം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ നാമത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം രക്ഷിക്കുകയും ഉയർത്തുകയും ചെയ്യുമെന്നാണ് 91 സങ്കീർത്തനം 14 വാക്യത്തിൽ കൂടി കർത്താവ് നമുക്ക് തരുന്ന ഉറപ്പ്. ദൈവത്തെ എപ്രകാരം സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുമെന്ന് യേശു പഠിപ്പിച്ചിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 21, 23 വാക്യങ്ങളിൽ നമുക്ക് എങ്ങനെ ദൈവത്തെ സ്നേഹിക്കാം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 21 വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു, എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 23 വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. യേശുവിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനുള്ള ഏക മാർഗം യേശു തന്നിട്ടുള്ള കൽപ്പനകൾ അനുസരിക്കുക എന്നത് മാത്രമാണ്. നല്ല രീതിയിൽ ന്യായപ്രമാണം പഠിപ്പിക്കുന്ന വ്യക്തിയായിരുന്നു പൗലോസിനെ ശരിയാമണ്ണം ന്യായപ്രമാണം പഠിപ്പിച്ച ഗമാലിയേൽ. എന്നാൽ അവന് യേശുവിനെ വിശ്വസിക്കുവാനോ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ കൂടി യേശു ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾ അംഗീകരിക്കുവാനോ സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ പോലുമോ കഴിഞ്ഞിരുന്നില്ല. കാരണം ഗമാലിയേലിൻ്റെ ന്യായപ്രമാണം മനഃപ്പാടമായിരുന്നുവെങ്കിലും, ന്യായപ്രമാണം പൗലോസിനെ പോലുള്ള ജ്ഞാനികളെ പഠിപ്പിക്കുവാൻ തക്ക അറിവുള്ളവനായിരുന്നെങ്കിലും അവൻ ന്യായപ്രമാണം അനുസരിക്കാത്തവനായിരുന്നതിനാൽ യേശു ഗമാലിയേലിൻ്റെ ഹൃദയത്തിൽ വസിക്കുകയോ ഗമാലിയേലിനെ യേശു തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാർ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തപ്പോൾ അവരെ ന്യായാധിപ സഭയുടെ മുമ്പിൽ വിസ്താരത്തിന് കൊണ്ടുവന്ന് ന്യായം വിധിക്കുന്ന സമയത്ത് ന്യായാധിപ സഭയിലെ അംഗമായിരുന്ന ഗമാലിയേൽ പറയുകയാണ്: ഇവരിൽ കൂടി നടക്കുന്ന അത്ഭുത പ്രവൃത്തികൾ മാനുഷ്യമെങ്കിൽ അത് നശിച്ചു പോയിക്കൊള്ളും, ദൈവികമെങ്കിലോ അത് നശിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 5 അധ്യായം 34 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗമാലിയേലിന് യേശു ആരെന്നോ, യേശുവിൻ്റെ നാമത്തിൽ നടക്കുന്ന സുവിശേഷം എന്താണെന്നോ, യേശുവിൻ്റെ നാമത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ ദൈവികമോ മാനുഷികമോ എന്ന് പോലുമോ അറിയില്ലായിരുന്നു. കാരണം അവൻ ജ്ഞാനിയും ന്യായപ്രമാണം പഠിച്ചവനും പഠിപ്പിക്കുന്നവനും ന്യായാധിപ സഭയിലെ അംഗവും നല്ല പരീക്ഷനുമൊക്കെ ആയിരുന്നു. എന്നാൽ അവൻ പ്രമാണം അനുസരിക്കുന്നവനല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ യേശു യാതൊന്നും താൻ ആരാണെന്ന് പോലും ഗമാലിയേലിനെ വെളിപ്പെടുത്തി കൊടുത്തില്ല. ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും: യേശുവിനെ തിരിച്ചറിയാതെയും യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെയും നമുക്ക് വചനം പഠിക്കുവാനും പഠിപ്പിക്കുവാനും വിശുദ്ധന്മാരുടെ പേരിൽ അറിയപ്പെടുവാനും ബൈബിളിനെ കുറിച്ച് അഭിപ്രായം പറയുവാനും കഴിയും എന്നാണ്. പൗലോസിൻ്റെ കാര്യം എടുത്താൽ അപ്രകാരമല്ല. യേശുവിൻ്റെ ശിഷ്യന്മാരെ അവൻ ഉപദ്രവിച്ചവനാണ്. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നപ്പോൾ അവൻ കൂട്ടുനിന്നവനാണ്. ദമസ്കോസിൽ താമസിക്കുന്ന യേശുവിൻ്റെ ശിഷ്യന്മാരെ നശിപ്പിക്കുവാൻ മഹാപുരോഹിതൻ്റെ അധികാരപത്രം വാങ്ങി യാത്ര ചെയ്തവനാണ്. എങ്കിലും ദമസ്കോസ് പടിവാതിൽക്കൽ വെച്ച് അവൻ യേശുവിനാൽ പിടിക്കപ്പെട്ടു. യേശു പൗലോസിനെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. കാരണം അവൻ തെറ്റുകൾ ചെയ്തു എങ്കിലും ന്യായപ്രമാണം അനുസരിക്കുന്നവനായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകളെ, യേശു തന്നിട്ടുള്ള കൽപ്പനകൾ നാം അനുസരിക്കുവാൻ തുടങ്ങുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 21, 23 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ വരികയും അവൻ നമുക്ക് തന്നെ വെളിപ്പെടുത്തി തരികയും ചെയ്യും. അവൻ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ
നമ്മുടെ മുൻഗണനകൾ മാറിപ്പോകും. അതുവരെയും ലോകത്തിൻ്റെ ധനം വലിയ ധനമെന്ന് ചിന്തിച്ചിരുന്ന പൗലോസ് യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ ലോകത്തിൻ്റെ സകല നന്മകളും ചപ്പും ചവറുമെന്ന് എണ്ണുകയും യഹോവാ ഭക്തി വലിയ ധനമായി കണക്കാക്കുകയും ചെയ്തു. പട്ടണവാസികളെ പേടിച്ച് നട്ടുച്ച നേരത്ത് വെള്ളം കോരുവാൻ വന്ന ശമര്യക്കാരത്തി സ്ത്രീ യേശുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവളുടെ മുൻഗണന ഇപ്പോൾ വെള്ളമല്ല, പാത്രം യേശുവിൻ്റെ കാൽക്കൽ വെച്ചുകൊണ്ട് അവൾ പോയിരിക്കുകയാണ് പട്ടണവാസികളെ വിളിച്ചുകൊണ്ട് വരുവാൻ. വലിയ തിയോളജിയൊന്നും ശമര്യക്കാരത്തി സഹോദരിക്ക് അറിയില്ല. അവൾ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞവനെ വന്ന് കാൺമീൻ എന്നാണ് അവൾ പറഞ്ഞത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 27 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 39-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞുവെന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. വെള്ളത്തിന് വന്ന ശമര്യ സഹോദരി യേശുവിന് മുമ്പിൽ പാത്രം വെച്ചുകൊണ്ടാണ് ജനത്തെ വിളിക്കുവാൻ പോയത്. അതെ, ആ സഹോദരിയുടെ ഏറ്റവും വലിയ ആവശ്യമായ വെള്ളം അവൾക്കൊരു പ്രധാന കാര്യമല്ലാതായി. നമ്മുടെ ഏറ്റവും പ്രധാന കാര്യമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് യേശുവിന് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് മനസ്സിലാക്കി ആ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാനും അവന് വേണ്ടി തന്നെ താൻ ത്യജിക്കുവാനും കഴിയുകയുള്ളൂ. അപ്രകാരം യേശുവിനെ സ്നേഹിക്കുന്ന വ്യക്തികളെ അവൻ സാത്താൻ്റെ കെണിയിൽ നിന്നും, ഹെരോദാവിൻ്റെ ആഗ്രഹത്തിൽ നിന്നും, രാജാവിൻ്റെ കുണ്ടറയിൽ നിന്നും, നെബൂഖദ്നേസർ രാജാവിൻ്റെ അഗ്നികുണ്ഡത്തിൽ നിന്നും, സിംഹക്കുഴിയിൽ നിന്നും, ഹാമാൻ്റെ കഴുമരത്തിൽ നിന്നും രക്ഷിക്കുകയും രാജാവിൻ്റെ കുതിരപ്പുറത്തും മിസ്രയീം പ്രധാനമന്ത്രി കസേരയിലും രാജ്യത്തെ രണ്ടാമനായും ഉയർത്തുകയും ചെയ്യും. ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ശത്രുക്കൾ ചിന്തിച്ചു, അവർ ഇനി ഒരിക്കലും അഗ്നിച്ചൂളയിൽ നിന്നും പുറത്തു വരികയില്ല എന്ന്. എന്നാൽ അഗ്നികുണ്ഡത്തിന് അവരെ തൊടുവാൻ പോലും കഴിഞ്ഞില്ല എന്ന് തന്നെയുമല്ല, ന്യായപ്രമാണത്തിലെ യഹോവയായ ദൈവത്തെ നേരിൽ കാണുവാനും അവൻ്റെ രക്ഷയെ ആസ്വദിക്കുവാനും അവർക്ക് കഴിഞ്ഞു. അതെ, ജീവിതത്തിൽ നാം നേരിടുന്ന നമ്മുടെ സങ്കട സാഹചര്യങ്ങളിലാണ് നമ്മുടെ കർത്താവിൻ്റെ കരുണയുടെ തലോടൽ നമുക്ക് ഏറ്റുവാങ്ങുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് യേശുവിൽ ശരണപ്പെടാം, അവൻ്റെ നാമത്തിൽ ആശ്രയിക്കുകയും അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവനെ സ്നേഹിക്കുകയും ചെയ്യാം. അവൻ്റെ കൽപ്പനകൾ ഏതെല്ലാം ആകുന്നുവെന്ന് ചുരുക്കമായി ഞാനിവിടെ പ്രസ്താവിക്കുകയാണ്. മീഖാപ്രവചനം 7-ാം അധ്യായം 5-ാം വാക്യത്തിൻ്റെ ആദ്യഭാഗത്ത് കൂട്ടുകാരനെ വിശ്വസിക്കരുതെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, ഒരു പ്രതിമയുണ്ടാക്കരുത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. കാരണം അക്ഷയനാ ദൈവത്തിൻ്റെ തേജസ്സിന് ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവയുടെ രൂപമായി മാറ്റാതിരിക്കുവാനാണ് എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ ദൈവാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആവർത്തന പുസ്തകം 4-ാം അധ്യായം 15 മുതൽ ആണിൻ്റെയെങ്കിലും പെണ്ണിൻ്റെയെങ്കിലും വിഗ്രഹമോ രൂപമോ ഉണ്ടാക്കരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത്. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ദുരുപദേശം പഠിപ്പിക്കുന്നവർ നമ്മെ ചതിക്കുവാൻ ഇടവരാതെ നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. ദൈവത്തെ നാം കണ്ടിട്ടില്ലാത്തതിനാലാണ് ദൈവത്തിൻ്റെ രൂപം ഉണ്ടാക്കരുതെന്ന് കൽപ്പിച്ചത് എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അത് ശരിയാണ്. എന്നാൽ ഞങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് യേശുവിനെയാണെന്ന് നാം ഓർക്കണം. യേശുവാണെങ്കിൽ മനുഷ്യരൂപത്തിലാണ് ഭൂമിയിൽ വന്നത്. ആകയാൽ യേശുവിൻ്റെ വിഗ്രഹം ഉണ്ടാക്കിയാലും മനുഷ്യരൂപത്തിലെ നമുക്ക് ഉണ്ടാക്കുവാൻ കഴിയൂ. ഇതെല്ലാം ദൈവ കൽപ്പനകളും ഇത് അനുസരിക്കുന്നതിലൂടെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുന്നതുമാകുന്നു. യേശു നമ്മെ സ്നേഹിച്ചത് നമ്മുടെ സകല പാപവും ക്ഷമിച്ചുകൊണ്ടാണ്. ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ യേശു നമ്മുടെ സകല പാപവും അതിൻ ഫലമായി ഉണ്ടായ ശാപവും തൻ്റെ ചുമലിൽ ചുമക്കുകയും കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീരുകയും ചെയ്തു. അവൻ്റെ രക്തമാണ് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി തീർന്നത്. യേശുവിൻ്റെ ആത്മാവിനെ തന്നുകൊണ്ടാണ് യേശു നമ്മെ ദൈവമക്കളാക്കി തീർത്തത്. ആകയാൽ സകല മനുഷ്യരുടെ തെറ്റുകൾ ക്ഷമിച്ച് നമുക്ക് സകല മനുഷ്യരോടും കരുണ കാണിക്കാം. കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകുമെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുമെന്നത് ദൈവിക വാഗ്ദാനമാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നമുക്കും സൽഗുണപൂർണരായി തീരുകയും യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നിത്യജീവൻ അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ,
നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ കഷ്ടപ്പെടുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ. അങ്ങയെ തിരിച്ചറിയാത്ത പ്രിയപ്പെട്ടവർക്ക് അങ്ങയെ തിരിച്ചറിയുവാൻ വേണ്ട കൃപ കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം കൊടുക്കണമേ. ജഡത്തിൽ കഷ്ടത അനുഭവിപ്പാനിടവരാതെ അങ്ങ് അവരെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.